സാവിയ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് നല്ല എതിർപ്പാ. അല്ല, നീ ഒന്ന് ആലോചിച്ച് ആ പ്രോഗ്രാം എങ്ങനെ അവൻ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് നടന്നു? ഒട്ടും പോസിബിൾ അല്ല. മിസ്സുമാരും സംഭവിക്കട്ടെ. ക്ലാസ് ട്രിപ്പ് എന്ന രീതി വേണം സാവയൊക്കെ പറയാമായിരുന്നു. പക്ഷെ അത് മാത്രമേ അവനൊരു ഓപ്ഷൻ ഉള്ളൂ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ലാസ്റ്റ് HOD-യുടെ സമ്മതം അത് അത്യാവശ്യം. എനിക്കത് തോന്നുന്നില്ല HOD സമ്മതിക്കുമെന്നൊക്കെ. എനിക്കൊരു സ്ട്രോബെറി ഷേക്ക്, എനിക്കൊരു ഓറഞ്ച് ജ്യൂസ്. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അതിനെ ഒത്ത് നമ്മള് ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കൊള്ളാല്ലേ? വ്യത്യസ്തമായി പെരുന്നാൾ കൂടാൻ ആഗ്രഹിക്കുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരാ നവംബർ 28-ന്. അതെന്തായിരിക്കും? നെടുങ്കുന്നം കൊറോണ പള്ളി. അറിയത്തില്ല നെടുങ്കുന്നം കൊറോണ പള്ളി? ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പുഴുക്ക് നേർച്ചതിനെ പറ്റിയൊക്കെ. പക്ഷെ ഈ ഒരു പേജിൽ ഈ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് നീ കണ്ടോ? ഇത്ര ആൾക്കാരല്ലേ വന്നേക്കുന്നത്? ഒരുക്കുന്നത് കണ്ടോ? ഇറച്ചല്ലേ ഇത്? അതെ അതെ, ഇത് കൊറേ ആൾക്കാരുണ്ടല്ലോ. രാത്രിയിലാണ്. ഇതാണ് കൊച്ചു പിള്ളേര് വരെ കപ്പയായിട്ട് പോകുന്നത്. സംഭവം നമുക്കത് പോയി നോക്കിയാലോ? ക്ലാസ് ഒക്കെ എന്നും പോകുന്നില്ലേ? കൊള്ളാല്ലേ? അങ്ങനെ ഞങ്ങള് നെടുങ്കുന്നം പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ദേവാലയമാണ് നെടുങ്കുന്നം ഫൊറോന ദേവാലയം. നമ്മളിവിടെ എത്തിച്ചേർന്നപ്പം ഇപ്പം കുർബാന തുടങ്ങാനായിട്ട് പോവുകയാണെന്നാണ് അറിഞ്ഞത്. അതിനുശേഷം പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് വികാരിയച്ഛനെ അപ്പം കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അച്ഛൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഈ ഇടവകയെ കുറിച്ചും ഇവിടുത്തെ എന്താണ് ഈ പെരുന്നാളിന്റെ ഒരു സവിശേഷത, പ്രത്യേകത, എങ്ങനെയാണ് ഇത് ഇത്ര ഫേമസ് ആയെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അതെ, ഈ സമയമുണ്ട് അല്ലേ? നമ്മളിവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ വിശുദ്ധ കുർബാന ആരംഭിച്ച് പ്രദക്ഷിണം തുടങ്ങിയിരുന്നു. ഇന്നത്തെ പ്രദക്ഷിണം നെടുങ്കുന്നം പള്ളിയിൽ നിന്ന് കാവന്നടയിലേക്കാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വികാരിയച്ഛനെ അപ്പം കാണാൻ സാധിച്ചില്ല. അതെ, ഇപ്പം നമ്മുടെ കൂടെ നെടുങ്കുന്നം പള്ളിയുടെ വികാരിയച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് അച്ഛനോട് നമ്മുടെ ഈ ഇടവക പള്ളിയെ കുറിച്ചും പുഴുക്ക് നേർച്ചയുടെ വിശേഷങ്ങളും എല്ലാം അച്ഛനിൽ നിന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. അച്ഛൻ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, വിശുദ്ധ സ്നാപയോഹന്നാന്റെ നാമധേയത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. എങ്ങനെയാണ് വിശുദ്ധ സ്നാപയോഹന്നാൻ ഈ ഇടവകയുടെ മധ്യസ്ഥനായി മാറിയത്? അതൊരു ഐതിഹ്യമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിൽ എത്തിയ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കടൽ ക്ഷോഭിക്കുകയും അവർ വിശുദ്ധ സ്നാപയോഹന്നാന്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയാനായിട്ട് സഹായിക്കാവുന്നൊരു തീരുമാനം നേർച്ചയായിട്ട് എടുത്തതിൻ്റെ പരിണിതഫലമായിട്ടാണ് വിശുദ്ധ സ്നാപയോഹന്നാന്റെ നാമധേയത്തിൽ ഇവിടെ ഒരു പള്ളി പണിയുവാനിടയായി. അതിന് പിന്നിലെ മറ്റു ചരിത്രമുണ്ട്. നേരിട്ട് അവർ ഞങ്ങളെ ബന്ധപ്പെടുകയായിരുന്നില്ല, മറിച്ച് പുറക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ആ രൂപം എത്തിച്ചത്. എന്നാൽ പുറക്കാട് പള്ളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അത് അതിരൂപതയെ ഏൽപ്പിച്ചു. അതിരൂപത ഇവിടെ വായ്പൂരിൽ നിന്നാണ് അന്നത്തെ കാലത്ത് പള്ളി നിന്ന് സഹായമായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ പള്ളി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പള്ളി സ്ഥാപിക്കുവാനായിട്ട് പറ്റിയ ഒരു സാഹചര്യം ഇവിടെ നിലനിന്നിരുന്നതുകൊണ്ട് അതിരൂപത അധികാരികൾ ഇവിടെ സ്നാപയോഹന്നാന്റെ നാമധേയത്തിൽ പള്ളി പണിയാനായിട്ട് അനുവാദം നൽകി. അങ്ങനെയാണ് ഇവിടെ പള്ളി പണിയുവാനായിട്ട് സാധിച്ചതെന്നാണ് ഐതിഹ്യമായിട്ട് പറയുന്നത്. ആദ്യം ഈ പള്ളി തന്നെയായിരുന്നോ അതോ അവിടുന്ന് മാറി ഇവിടത്തേക്ക് മാറ്റി പണിയിപ്പിച്ചതാണോ? 1803 ആദ്യമായിട്ട് ഇവിടെ ഒരു കൊച്ചു പള്ളി പണിതത്. അത് ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം
1846 ഇപ്പോഴുള്ള പുതിയ പള്ളിയുടെ പണി പൂർത്തീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പുതിയ പള്ളിയുടെ തിരുനാൾ വൃശ്ചികം 13-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ കാരണം പുതിയ പള്ളിക്ക് വൃശ്ചികം 13-നാണ് കല്ലിട്ടതെന്നാണ് ചരിത്രം പറയുക. ഇവിടുത്തെ ആദ്യത്തെ വികാരി കളത്തൂർ കിളങ്ങര എബ്രഹാം കത്തനാരായിരുന്നു. അച്ഛനെ നെടുങ്ങാട്ട് അച്ഛനെന്നാണ് അറിയപ്പെടുന്നത്. അച്ഛൻ്റെ കാണുവാനായിട്ട് ഒത്തിരി പേര് ഇവിടെ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. 1946 വരെ എല്ലാ വർഷവും തിരുനാളിനോടനുബന്ധിച്ച് വൃശ്ചികം 13 തിരുനാളെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. വൃശ്ചികം 13 തിരുനാളിനനുബന്ധിച്ച് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ആദ്യമേ അരിയാഹാരമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 1946 അരിക്ക് ക്ഷാമം വന്നപ്പോൾ അന്നത്തെ പൊതുയോഗം ആ പതിവ് മാറ്റിയിട്ട് കൃഷി വിഭവങ്ങൾ കൊണ്ട് പുഴുക്കുണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു. അന്ന് മുതലാണ് ഈ പുഴുക്ക് നേർച്ച പ്രാബല്യത്തിൽ വരുവാനായിട്ടിടയായി. പുഴുക്ക് നേർച്ചയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു വിശേഷ തരത്തിലുള്ള ഒരു കൂട്ടാണ് ആ പുഴുക്ക് നേർച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. പുഴുക്ക് നേർച്ചയിൽ ആൾക്കാർ കൊണ്ടുവരുന്ന അവരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ കൃഷി വിഭവങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ പ്രധാനമായിട്ടും കപ്പയുണ്ട്, കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, അതോടൊപ്പം തന്നെ മാംസം കൂടെ ചേർത്താണ് ആ പുഴുക്ക് നേർച്ച രൂപപ്പെടുത്തുക. അതിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുവാനായിട്ടുള്ളത് ഇടവക്കാരെല്ലാവരും കൂടെ ചേർന്നാണ് അത് പാകം ചെയ്ത് ആ നേർച്ച ഉണ്ടാക്കുന്നത്. ഒത്തിരി സ്ഥലത്തു നിന്നും ആൾക്കാർ വരികയും ആ നേർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന വലിയ ഒരു ആൾക്കൂട്ടത്തെയാണ് തിരുനാളനുബന്ധിച്ച് കാണുവാനായിട്ട് സാധിക്കുക. അതൊരു വലിയ നേർച്ച ഭക്ഷണമായിട്ട് ആൾക്കാർ കരുതുകയും അത് ഭക്ഷിച്ചാൽ അവർക്ക് സുഖപ്രാപ്തിയൊക്കെ കിട്ടുന്നുവെന്നൊക്കെയുള്ള ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ കാണുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രദക്ഷിണ എല്ലാം കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ പരിപാടി ആകാശവിസ്മയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂറേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ പള്ളിയുടെ ചുറ്റിലൊന്നും നമുക്ക് ആരും കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് നീതു? നമ്മൾ ഇത്ര നേരം പുഴുക്ക് നേർച്ചയെ പറ്റിയായിരുന്നു സംസാരിച്ചത്, എന്നാലും നമ്മൾ പുഴുക്ക് ഒരുക്കുന്നതിനെ പറ്റി സംസാരിച്ചില്ല. കുറച്ച് മുന്നേ അമ്മമാർ കത്തിയും പിച്ചാത്തിയും ഒക്കെ ആയിട്ട് ഇനി നമ്മുടെ പള്ളിയുടെ പുറകിലേക്ക് പോയിട്ടുണ്ട്. പള്ളിയുടെ പുറകിലാണ് പള്ളിമേട. അവിടെയാണ് നമ്മുടെ പുഴുക്ക് നേർച്ചയുടെ ഒരുക്കങ്ങൾ. നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. നമ്മളിപ്പം നെടുങ്കുന്നം പള്ളിയുടെ പള്ളിമേടയുടെ ഫ്രണ്ട് വശത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വളരെയധികം ആളുകളാണ്, ഇടവക ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നാളത്തെ ഈ ഒരു പുഴുക്ക് നേർച്ചയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടെ വെള്ള ലോഹയിട്ട് ഒരു അച്ഛനെ കാണാൻ സാധിക്കും. അച്ഛൻ ഇവിടുത്തെ കൊച്ചച്ഛനാണെന്ന് തോന്നുന്നു. നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് മാത്യു മരങ്ങാട്ട്. ഇത് രണ്ടുപേരും അച്ഛന്മാരാണ് കേട്ടോ. അച്ഛൻ്റെ പേര് ജോംസി പൂവത്തോലിൽ, ജോർജി കൈതപ്പറമ്പിൽ. ഓക്കെ അച്ഛാ, കൊച്ചച്ഛന്മാരായതുകൊണ്ട് ചോദിക്കുക, ഇത് നിങ്ങളുടെ ഫസ്റ്റ് പെരുന്നാളല്ലേ? അപ്പോൾ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് നെടുങ്കുന്നം പള്ളി പെരുന്നാളിനെ കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായി? ഈ ഒരു ദിവസം കൊണ്ടല്ല, ഈ ഒരു പെരുന്നാൾ തുടങ്ങിയത് തൊട്ട് ഒത്തിരിയേറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഞാൻ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും പുഴുക്ക് നേർച്ചയെപ്പറ്റി ഒത്തിരി കേട്ടിട്ടേ ഉള്ളൂ. എനിക്കിവിടെ വരാനായിട്ട് പല സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ 10 കഴിഞ്ഞ് സെമിനാരി ചേർന്നതാണ്. ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പുഴുക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ വരാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ പുഴുക്ക് നേർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ തിരുനാൾ ആദ്യമേ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇതിൻ്റെ കൊടിയേറ്റി ഇതിൻ്റെ ഓരോ പ്രോഗ്രാം, പ്രത്യേകിച്ച് ഇത് ഈ 3 ദിവസമാണ്, ഇന്നലെ, ഇന്ന്, നാളെ, ഈ 3 ദിവസമാണ് തിരുനാളിൻ്റെ മെയിൻ ദിവസങ്ങൾ. അതായത് ഇന്നലെ കൊണ്ട് ഇവർ ഇങ്ങനെ വിഭവ ശേഖരങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രദക്ഷിണമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ പറയുന്ന പോലെ നാനാജാതി മതസ്ഥരെല്ലാവരും കൂടി ഒന്നിച്ചേർന്ന്
ഇന്നാണ് അതിൽ പ്രത്യേകിച്ച് കാണാനായിട്ട് പറ്റിയത്. അതായത് നാനാജാതി മതസ്ഥകൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരു കവലയിൽ കൂടി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളെല്ലാം ഒത്തിരി ഇത്. അതിനേക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ കപ്പയെല്ലാം കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നമ്മുടെ ഈ ഇടവക്കാർ മാത്രമല്ല ഹൈന്ദവരായിട്ടുള്ളവരും ഒത്തിരി മിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഇതൊരു നാനാജാതി മതസ്ഥരുടെ ഒരു ആഘോഷമായിട്ട്, തിരുനാളായിട്ട്, ഒരു നേർച്ചയായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടിട്ടുള്ളത്. നമുക്ക് ഒരാളോട് ചോദിക്കാം. ചേട്ടൻ്റെ പേരെന്താണ്? രാജീവ്. അപ്പം രാജീവ് ചേട്ടൻ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ എത്രാമത്തെ പൊരുക്കുന്നേർച്ചയാണ്? ഇപ്പോൾ ഇത്രയും നാളത്തെ ആ ഒരു പൊരുക്കുന്നേർച്ചയുടെ എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ളത്? നേർച്ച ജനിച്ചതിന് ശേഷം ഇന്നുവരെ മിസ്സായിട്ടില്ല. നെടുകുന്നത്തെ പുഴുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വിദേശത്തുള്ള എല്ലാ ആൾക്കാരും അവധിക്ക് വരുന്ന ഒരു സമയമാണ് ഈ വൃശ്ചികം 13 എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചുറ്റുപാടൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ ആൾക്കാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുണ്ട് ഈ പുഴുക്ക് ഒരുക്കുന്നതിന് വേണ്ടിയും അത് വിളമ്പുന്നതിനും വേണ്ടി. ഇതൊരു അച്ഛന്മാർ പറഞ്ഞതിലൊരു ആഘോഷമാണ്. എന്നതിലുപരി നമ്മളുടെ ഒരു വൈകാരികത ഉള്ള ഒരു സംഭവമാണ് പുഴുക്കെന്നുള്ളത്. ഹായ് ആൻറ്റി, പേരെന്താ? എൻ്റെ പേര് ആനിമ്മ. ഓക്കെ, ആനിമ ആൻറ്റിയോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ആൻറ്റി, ഈ നമ്മുടെ ഈ തിരുനാളിന് ഒരുക്കുന്നതിന് മുമ്പേ ഈ ഇടവക ജനങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു തിരുനാളിന് ഒരുങ്ങുന്നതെന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ ആൻറ്റിയുടെ എക്സ്പീരിയൻസ് എന്താ? തീർച്ചയായിട്ടും ശരിക്കും ഒരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് കൂടെ ഉണ്ട് തിരുനാളിന് മുമ്പായിട്ട്. അതില്ലാഞ്ഞ സമയത്ത് അതിൻ്റെതായ അനിഷ്ട സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഈ ഒരു ഉപവാസപ്രാർത്ഥന വേണമെന്ന് നിശ്ചയിച്ച് വൈദികരും സിസ്റ്റേഴ്സും അൽമായരും എല്ലാവരും ചേർന്ന് പ്രാർത്ഥനയോടുകൂടിയാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. ആ പ്രാർത്ഥന വലിയൊരു ശക്തിയായിരുന്നു. അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉള്ളവരല്ല, വെളിയിലുള്ളവരൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നേർച്ച അവിടെ ഇട്ടേക്കണം, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്, എനിക്ക് തന്നെ അറിയാം. ആ വർഷം ഉണ്ടായിട്ടില്ല, പിറ്റേ വർഷമാണെങ്കിലും എന്നാലും വിശുദ്ധോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ചു കുഞ്ഞുങ്ങളുണ്ടായ പുണ്യാളസനാണല്ലേ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും. കണ്ടായിരുന്നോ? കുഞ്ഞു പിള്ളേർ മുതല് പ്രായം നോക്കുന്നേ ഇല്ല. കുഞ്ഞു പിള്ളേരാണ് കപ്പ കൊണ്ട് കൊടുക്കുന്നതും അങ്ങോട്ടേക്ക് ഷെയർ ചെയ്യുന്നതും കപ്പ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നതും. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കും ഒരു മടിയില്ല. ഇപ്പൊ തന്നെ സമയം 1 മണിയോടെ അടുത്തു, അത് വെളുപ്പിന് 1 മണിയോടെ അടുത്തു. എന്നിട്ടും ഒരു ഉറക്കക്ഷീണമോ ഒരു മടിയോ കൂടാതെ എല്ലാവരും നല്ല ഫുൾ ആക്റ്റീവ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് ചുറ്റിന് നോക്കിയാൽ കാണാൻ പറ്റും. അത് മാത്രമല്ല ഈ വെളിയിൽ നിന്ന് കാണാം, ഇവിടെ ഒരു പരിപാടി മാത്രമല്ല നടക്കുന്നത്. ഇവിടെ കപ്പ കൊത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ കാച്ചില്, ചേമ്പ്, അതുപോലെ വാഴയ്ക്ക, അതുപോലെ അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇറച്ചിയൊക്കെ നുറുക്കുന്നതും കഴുകുന്നതും ഒക്കെ പല പല കാര്യങ്ങളാണ് ഈ ഒരു ചെറിയൊരു ഈ ഒരു കുടക്കീഴിൽ നടക്കുന്നത്. ചേട്ടന്റെ പേരെന്താ? എൻ്റെ പേര് മനു. ചേട്ടന്റെ പേര് സിനു. അപ്പം നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അതല്ലെങ്കിൽ ഇവിടെ നെടുങ്കുന്നം ഇടവകയിൽ ഈ ഒരു പുഴുക്ക് നേർച്ചയെ കുറിച്ചൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഇങ്ങോട്ട് വരാനുള്ള കാരണം അതെന്തുകൊണ്ട്? ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ പിന്നെ തലശ്ശേരി രൂപതയുടെ കീഴിലുള്ള ചിറ്റാവർമ്മ ഇടവകയാണ് വരുന്നത്. അവിടെ ഇതുപോലെ തന്നെ സ്നാപകൻ്റെ പേരിലുള്ളൊരു പള്ളിയുണ്ട്. അപ്പോൾ കേരളത്തിൽ ഈ 2 പള്ളികളുള്ളൂ, ഒന്ന് നെടുങ്കുന്നം പള്ളിയും ചിറ്റാവർമ്മ പള്ളിയുള്ളൂ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ 23-24 വരുന്ന പെരുന്നാൾ പുഴുക്ക് നേർച്ചയുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കണ്ട് ഈ പുഴുക്ക് നേർച്ച പങ്കെടുക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പം നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങളുടെ പള്ളിയിൽ പുഴുക്ക് നേർച്ച ഓൾറെഡി നടന്നെന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെയും ഇവിടുത്തെയും എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ എന്ത് സിമിലാരിറ്റിയാണ് നിങ്ങൾക്ക് തോന്നിയത്? സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളൊരു ചെറിയ ഇടവകയാണ്, ഇതൊരു ഫൊറോനയാണ്, അതിൻ്റെതായ ആളുണ്ട്, അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. പുഴുക്കൊരുക്കലൊക്കെ നമ്മുടെ പകുതി ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കപ്പയും ചേമ്പും കാശിലും ഒക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ചൂരൽ കൊട്ടകളിൽ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചടങ്ങ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരിയച്ഛനും കൊച്ചച്ഛനും മറ്റച്ഛന്മാരെല്ലാവരും കൂടെ വന്നിട്ട് നമ്മുടെ അടുപ്പിൽ തീ ഒരുക്കുന്ന ചടങ്ങാണ്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, എല്ലാം പ്ലാസ്റ്റിക് വിമുക്തമായിട്ടാണ് ഇവിടെ പുഴുക്കൊരുക്കുന്നത്, അല്ലേ സിന്ധേ? അതെ.
ഇപ്പം നമുക്കിവിടെ പുറകിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പം 3 ചെമ്പ് ഇപ്പം അടുപ്പിൽ പാകം ചെയ്യാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ അറിഞ്ഞതനുസരിച്ച് ഇവിടെ 16 പേര് ചേരുന്ന ഒരു ടീമാണ് ഈ ഒരു പുഴുക്ക് പാകം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന്. അപ്പം ആ ഒരു പുഴുക്ക് പാകം ചെയ്യലിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്ന ആളാണ് ഈ കുട്ടപ്പൻ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടപ്പൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പം കുട്ടപ്പൻ ചേട്ടനോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു പുഴുക്ക് നേർച്ച ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പുഴുക്ക് നേർച്ചയുടെ റെസിപ്പി എന്താണെന്നുള്ളത്. എന്താണ് എങ്ങനെയാണ് ഈ ഒരു പുഴുക്ക് നേർച്ച പാകം ചെയ്യുന്നത്? പുഴുക്ക് നേർച്ച ശരിക്കും പറഞ്ഞാൽ ഒരു സമൂഹമായിട്ടുള്ള 16 പേരല്ല, നൂറുകണക്കിന് ആൾക്കാരുടെ അധ്വാന ഫലമാണ്. 22 കൊട്ടയോളം സാധനങ്ങൾ, അതായത് കപ്പ, കാച്ചിൽ, ചേമ്പ്, ഏത്തയ്ക്ക, ഇറച്ചി, ഇത്രയും സാധനങ്ങൾ 22 കൊട്ടയോളം സാധനങ്ങൾ. അപ്പോൾ അങ്ങളെ കപ്പയ്ക്ക് ഇത്ര കൊട്ട, ചേമ്പിന് ഇത്ര കൊട്ട അങ്ങനെയുണ്ടോ? കപ്പയ്ക്ക് അളവുണ്ട്. ആദ്യമേ നമ്മൾ ഇതിൻ്റെ അടിയിൽ ചോട്ടിൽ ഒന്നും പിടിക്കാതിരിക്കാനായിട്ട് ആദ്യമേ കപ്പയാണ് ഇടുക. അത് കഴിഞ്ഞിട്ട് ചേമ്പിടും, കാച്ചിലിടും, ഏത്തക്ക ഇടും. അത് മാറി മാറി ഇപ്പം നമ്മളിട്ടത് ഏത്തക്കയാണ് ഏറ്റവും അടിയിലിട്ടത്. കപ്പ കഴിഞ്ഞിട്ട് ഏത്തക്ക ഇട്ട്, അത് കഴിഞ്ഞിട്ട് ചേമ്പിട്ടു, അത് കഴിഞ്ഞിട്ട് കാച്ചിലിട്ടു, പിന്നെ ഇറച്ചി ഇട്ട് കഴിഞ്ഞിട്ട് മസാല ഇട്ടു. അതിന് മുകളിൽ പിന്നെ കപ്പയിട്ട് കവർ ചെയ്ത് വിട്ടു. എന്നിട്ട് ആവി വരുന്ന സമയത്താണ് നമ്മളത് ഇളക്കുന്നത് കാണിക്കാൻ. മസാലയൊക്കെ എങ്ങനെയാണ്? മസാല നമ്മളെ ഒരു 2.25 കിലോയോളം മസാല ഇതിനകത്ത് ഉണ്ട്. അത് കറുവയുണ്ട്, ഗ്രാമ്പുണ്ട്, ഏലക്ക ഉണ്ട്, തക്കോലമുണ്ട്, പെരിഞ്ചീരമുണ്ട്. ഇത്ര 5 സാധനങ്ങളുണ്ട്. അത് പെരിഞ്ചീരം ഒരു 800 ഗ്രാമോളം കാണും, കറുവ ഒരു 750 ഗ്രാം കാണും, പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു 100 ഗ്രാം വീതമേ കാണും. അപ്പം 4 1 5 4 6 ഐറ്റം അത്. പിന്നെ കുരുമുളക് പൊടിയുണ്ട്. പിന്നെ ഇതിന് ആദ്യമേ നമ്മൾ ആഡ് ചെയ്യുന്നത് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, സർവ്വസുഗന്ധി, വെളുത്തുള്ളി, ഉള്ളി, ഇത്രയും സാധനങ്ങളുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞാൽ ഒരു 10 കിലോയോളം സാധനം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ 10 കിലോയോളം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അപ്പൊ പെരുന്നാളിന് എത്ര ദിവസം മുന്നേ ആയിരിക്കും ഈ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കുന്നത്? അതൊരു ഒരാഴ്ചക്ക് മുമ്പ്, വെയിലൊക്കെ അനുസരിച്ച് നേരത്തെ നമ്മൾ തന്നെ സാധനം വാങ്ങിച്ച് കഴിയുമെങ്കിൽ കഴുകി ഉണങ്ങി പൊടിപ്പിക്കുക. അത് വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു. നമ്മളിപ്പം ഇവിടെ ഓൾറെഡി പറഞ്ഞു 35,000-ഓളം പേർക്ക് വേണ്ട ഒരു പുഴുക്ക് നേർച്ചയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 35,000 പേർക്ക് വേണ്ടി എത്ര ചെമ്പ് കപ്പ അല്ലെങ്കിൽ പുഴുക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? നമ്മളൊരു 32 ചെമ്പോളം പുഴുക്ക് ഉണ്ടാക്കുന്നത്. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ആ ഒരു കണക്കിനാണ് ഉണ്ടാക്കുന്നത്. 38 ചെമ്പ് വരെ പണിത സമയങ്ങളും. അങ്ങനെ വൃശ്ചികം 13 രാവിലെയായി. രാവിലത്തെ വിശുദ്ധ കുർബാന 5:30 വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. രണ്ടാമത്തെ വിശുദ്ധ കുർബാന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ പിതാവ് അർപ്പിച്ച കുർബാനയായിരുന്നു. അപ്പോൾ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. 2002 ഇവിടെ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്ത ചെറിയ ബഹുമാനപ്പെട്ട മാർ തോമസ് തറയിൽ പിതാവ് ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനാണ്. അപ്പോൾ പിതാവിനോട് അന്നത്തെ പെരുന്നാളിൻ്റെ ഓർമ്മകൾ ഒക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നെടുകുന്നത്തെ പുഴുക്കു നേർച്ച വളരെ പ്രശസ്തമാണ്. നമ്മുടെ വിശുദ്ധനായ സ്നാപക യോഹന്നാൻ്റെ തിരുനാൾ ആചരിക്കുന്ന വളരെ ചുരുക്കം ചില ദേവാലയങ്ങളിലൊന്നാണിത്. ഇത് ഈ നാടിൻ്റെ മുഴുവൻ ഒരു ഉത്സവമാണ്. എല്ലായിടത്തു നിന്നും കൊണ്ടുവരുന്ന ഫലങ്ങൾ, അതെല്ലാം കൂടിയിട്ട് ഉള്ള ഒരു പുഴുക്ക്. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ പഴയകാല കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു ഫലമായിരുന്നു. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു, അതെല്ലാം കൂടെ ആണ് പുഴുക്ക് ആയിട്ട് കൊടുക്കുന്നതുമെല്ലാം. അത് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ എത്തുകയും ആ പുഴുക്ക് നേർച്ചയിലെല്ലാം പങ്കെടുക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ 2 വർഷം ഇവിടെ അസിസ്റ്റൻറ്റ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. നല്ല ഓർമ്മകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്.
അപ്പോൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളെല്ലാം തകൃതിയായിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പം നമ്മളോടൊപ്പം ഇപ്പം കൂടെ ചേരുന്നത് നെടുങ്കുന്നം പള്ളിയിലെ കൈക്കാരന്മാരാണ്. കൈക്കാരന്മാരും പാരിഷ് സെക്രട്ടറിയും എല്ലാവരും തന്നെയുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള കൈക്കാരന്മാരിൽ ഒരാൾ മത അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണ് ജോസ് കെ സാറ്. അതുപോലെ തന്നെ പാരിഷ് സെക്രട്ടറി ബിജു സാറ്, പിന്നെ നമ്മുടെ കൈക്കാരൻ ആയിട്ടുള്ള മറ്റൊരങ്കിള് AJ ജോൺ കാരുവേലിൽ. അപ്പോൾ എന്തായി സാർ, പുഴുക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? പുഴുക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതാനും ചെമ്പ് പുഴുക്കൂടൊക്കെ നിർമ്മിക്കാനായിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മൾ നേർച്ചപ്പുഴുക്കിൻ്റെ വിതരണം നടക്കും. നമ്മളോട് പറഞ്ഞിരുന്നത് പുഴുക്ക് നേർച്ചയുടെ സമയം. എന്നാൽ പ്രദക്ഷിണം ഇതുവരെ പള്ളി കയറിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സമയ വ്യത്യാസം വരും. എങ്കിലും ജനങ്ങളെല്ലാവരും അക്ഷമരായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. വലിയൊരു ജനാവലി അല്ലേ ഈ ഒരു പുഴുക്ക് നേർച്ച. ഇന്നലെ അവർ പറഞ്ഞ പോലെ തന്നെ 35,000 പേരെന്ന് പറയുന്നത് അതിൽ കൂടുതലുണ്ട്. ഞാൻ നോക്കിയിട്ട് 35,000 കൂടുതലുണ്ട്. അങ്ങനെ പ്രദക്ഷിണ പള്ളിയിൽ കയറി. ഇനി നമ്മുടെ പുഴുക്ക് നേർച്ചയുടെ സമയമാണ്. പുഴുക്ക് നേർച്ചയ്ക്ക് മുമ്പ് നമ്മുടെ തേക്കിലകൾ നമ്മുടെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1000 കണക്കിന് തേക്കിലകളാണ് നമ്മുടെ പുറകിൽ. ഏകദേശം 70,000 തേക്കിലകൾ ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയം വന്നിട്ടേ അല്ലേ? ഞങ്ങൾക്കും അങ്ങനെ ഇലയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പുറകിൽ കാണാനായിട്ട് സാധിക്കും. പുഴുക്ക് നേർച്ചയുമായിട്ട്, കൊട്ടയം പുഴുക്ക് നേർച്ചയുമായിട്ട് നമ്മുടെ വോളണ്ടിയേഴ്സ് നമ്മുടെ ഓരോ സെക്ടേഴ്സിലോട്ടും പോകുന്നത്. അത് മാത്രമല്ല, ഈ തവണത്തെ ഒരു പ്രത്യേകതയാണ്, ഇത്തവണ ഗേൾസ് പവറും ഉണ്ട്, ഒരു സ്ത്രീ ജനവും ഉണ്ട് ഇത്തവണ പുഴുക്ക് നേർച്ച വിളമ്പാൻ വേണ്ടി. അപ്പോൾ അത് വ്യത്യസ്തമാകുന്ന മറ്റൊരു കാഴ്ചയാണ്. അതെ അതെ, ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ അറിഞ്ഞത് സ്ത്രീകൾ പുഴുക്ക് നേർച്ച വിളമ്പാനായിട്ട് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ അച്ഛന്മാരും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകയിൽ നേരത്തെ സേവനം ചെയ്ത അച്ഛന്മാരും അതിനുശേഷം ഈ കൊറോണ പള്ളിയിൽ ഉള്ള മറ്റ് ഇടവകളിലെ അച്ഛന്മാരും എല്ലാവരും നമ്മുടെ ഇന്ന് ഇവിടെ സന്നിധരായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള പുഴുക്ക് നേർച്ച. പുഴുക്ക് നേർച്ച മാത്രം പറഞ്ഞപ്പോഴാണ് സ്നേഹവും അവരുടെ ഐക്യവുമാണ് ഈ ഒരു തേയില കിട്ടിയേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ തന്നെ കാണാം. നമ്മൾ ഇതിൻ്റെ അകത്ത് കപ്പ, ഇറച്ചിയെ, കാച്ചില്, ചേമ്പ്, പിന്നെ നമ്മുടെ മസാലക്കൂട്, നമ്മൾ ഇന്നലെ എല്ലാം പ്രിപ്പറേഷൻ എല്ലാം കണ്ട് നല്ലൊരു മണവും ഉണ്ടല്ലേ. അപ്പം ഏറ്റവും അടിപൊളിയായിട്ടാണ് അവരുടെ ആ ഒരു ഐക്യത്തിന്റെ ആ ഒരു പ്രതീകമാണ് നമുക്ക് ഈ ഒരു പുഴുക്ക് നേർച്ച നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആ പ്രധാന തിരുനാള് ഇതോടുകൂടി അവസാനിക്കാണ്. കൊടിയിറങ്ങുന്നത് ഡിസംബർ 1-ാം തീയതി ആണെങ്കിലും ഈ ഒരു പെരുന്നാൾ അറിയപ്പെടുന്ന ഈ പുഴുക്ക് നേർച്ചയിലൂടെയാണ്. അത് ഇന്ന് അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത വർഷം 13 വേണ്ടി കാത്തിരിക്കണം നമുക്ക് ഇവിടെ പുഴുക്ക് നേർച്ച കിട്ടാനായിട്ട്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ നെടുങ്കുന്നം ഇടവകക്കാർക്ക് നമ്മുടെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുവാണ്. ദിസ് ഇസ് സിൻഡ റെജി ആൻഡ് നീതു മരിയ ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു.